ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്. എല്ലാവരും നോമ്പിനെ വരവേൽക്കാൻ റെഡി ആയിരിക്കാവും അല്ലേ? അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാവും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പിയും പിന്നെ റമദാൻ ഷോപ്പിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമന്റ്സ് ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നിതാ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മളെ റെസിപ്പിയൊക്കെ കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു കാര്യം പറയാം. നമ്മളെ റാസൻസിന്റെ പുതിയ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. ഇത് ഡെക്കർ പീസസ് ആണ് കേട്ടോ, ഇലക്ട്രിക് കാൻഡിൽസ് ആണ്. നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. അപ്പം ഞാനിതാ കുറച്ച് സാമ്പിൾ പീസസ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് എടുത്തോടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് കാണാം നമുക്ക്. ഫസ്റ്റ് ഇതാ ഈ ഒരു കാൻഡിലാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കാൻഡിൽസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇതാ ഇങ്ങനെയാണ്. ഇതിൻ്റെ തന്നെ 2 കളർ വരുന്നുണ്ട്, ഒരു ലാവൻഡർ കളറും പിന്നെ ഒരു ക്രീമും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ റാസൻസ് പേജിൽ, ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വാട്സാപ്പ് ചാനലിലും നമ്മളുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പിന്നെ വരുന്നത് ഇതുപോലെയുള്ള ചെറിയ കാൻഡിലാണ്. ഈ ഒരു ടൈപ്പ്. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാൻഡിൽസ് ആണ് കേട്ടോ. ചെറിയ റേറ്റേ വരുന്നുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ഒരു 2-3 എണ്ണമൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. പിന്നെ വരുന്നത് ഈ ഒരു ചെറിയ ഐറ്റാണ്. ഇങ്ങനെ ഒരു സ്ക്വയർ കാൻഡിൽസ് ആണ്. എല്ലാതും ഇലക്ട്രിക് കാൻഡിൽസ് ആണ് കേട്ടോ. പിന്നെ വേറൊരു ഐറ്റം ഉള്ളത് നമ്മുടെ പേജിൽ കുറേ എൻക്വയറി വന്ന പീസാണ് കേട്ടോ. അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റ് ആണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന നല്ല കോട്ടൺ ബെഡ്ഷീറ്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ പേജിൽ ഒരു ലൈറ്റ് പിങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോഴത്തെ ഇതൊരു ഡാർക്ക് പിങ്ക് ആണ്. പിന്നെ അതിൻ്റെ തന്നെ ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഓറഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ. പിന്നെ ഇതാ ഞാൻ നമ്മളെ മാറ്റ്സിന്റെ കളക്ഷനും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്ന മാറ്റ്സ് ആണ്. ഇതിന്റെ പല ഷെയ്ഡ്സ് വരുന്നുണ്ട് സോഫ്റ്റ് ഇതിൽ തന്നെ. പിന്നെ ഇതാ പൂൾ സൈഡിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ മാറ്റ്സ് ആണ് കേട്ടോ. ആന്റി സ്ലിപ്പറി മാറ്റ്സ് ആണ്. ഇതിന്റെ 2 കളേഴ്സ് വരുന്നുണ്ട്. ഇതും ആന്റി സ്ലിപ്പറി മാറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുറച്ച് കളക്ഷൻസ്. പിന്നെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മളെ പേജിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്കൊരു സ്നാക്ക് പ്രിപ്പറേഷൻ കാണാം. റമദാനൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഒരു അടിപൊളി ഐറ്റം. ഇത് മുട്ട ബജിയാണ്. മുട്ട ബജി എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ഇതൊരു സ്പെഷ്യൽ മുട്ട ബജിയാണ്. നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിതൊരു വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാ എഗ് ബോയിലറൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കുകയാണ്. ഈ എഗ് ബോയിലർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി, അതായത് ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് നോമ്പിന് പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെ കുട്ടികൾക്കൊക്കെ എപ്പോഴും കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. 8 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടാവും നമുക്ക് ഈ എഗ് ബോയിലറിൻ്റെ കൂടെ. അപ്പോൾ അതിലിതാ ഒരു ചെറിയ ബാക്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് കാണാം. അതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാതും പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. വാട്ടർ ലെവലൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അപ്പോൾ അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ബാക്കി പണികളൊക്കെ ഉണ്ട്. ഇനി ഈ എഗ് ബോയിലറിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് റമദാൻ ടൈമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതാണ് സംഭവം, എഗാരോൻ്റെ എഗ് ബോയിലർ. അപ്പോൾ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമല്ലോ. അതായത് ഒരു കവറാണ് കേട്ടോ, എഗ് ബോയിലറിൻ്റെ കവർ വരുന്നത്. പിന്നെ ഇത് എഗ് ബോയിലിംഗ് ട്രേ ആണ്. അതിൻ്റെ ഒരു മോട്ടറിൽ നിങ്ങൾക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കാണാം, ഒരു ഹീറ്റിംഗ് പ്ലേറ്റ് ആണിത്. അപ്പം ഡയറക്റ്റായിട്ട് അതിൽ ട്രേയും കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കരുത്. ആ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷം വേണം വെക്കാൻ. പിന്നെ ഇത് ഒരു മെഷറിംഗ് കപ്പാണ്. പിന്നെ ഇത് പോച്ച് ബൗള്. ഇതിൽ നമുക്ക് സ്റ്റീം ചെയ്യാൻ, വെജിറ്റബിൾസൊക്കെ സ്റ്റീം ചെയ്യാനും പിന്നെ പോച്ച്ഡ് എഗ്സ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ മാനുവൽ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അതായത് എത്ര വെള്ളം യൂസ് ചെയ്യണം എന്നുള്ളതും പിന്നെ
അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ മെഷറിംഗ് കപ്പിൻ്റെ താഴെ നിങ്ങൾക്ക് ചെറിയൊരു നീഡിൽ കാണാം കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. മുട്ട ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം സ്റ്റീം ചെയ്യുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ അതിനുള്ളതാണ് കേട്ടോ. എന്നിട്ടത് കഴിഞ്ഞാൽ നമുക്കിത് അത് കവർ ചെയ്ത് വെക്കാം. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു സംഭവമാണ് കേട്ടോ. ഹോസ്റ്റലിലുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ എപ്പോഴും ബോയിൽഡ് എഗ്സ് കഴിക്കുന്നവരുണ്ടാവില്ലേ, ജിമ്മിൽ പോണവർ, അങ്ങനെയുള്ളവർക്കും നല്ലതാവും. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഓക്കെ. പിന്നെ ഇതിൻ്റെ വാട്ടർ ലെവൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഈ കാറ്റലോഗിൽ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ മീഡിയം ലെവലിലാണ് എഗ്ഗ് ബോയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നന്നായിട്ട് ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ ലെവൽ ഓരോന്നിനും ഓരോന്നാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാം. എഗ്ഗ് ബോയിൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഇതാ നമ്മൾ ആ ഒരു ട്രേയിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മേലെയാണ് ഈ പോച്ച് ബൗൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ഞാനിതാ വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യാണ്. ക്യാൻക്ക് വേണ്ടിയിട്ട് ക്യാൻക്ക് കഞ്ഞിയിലൊക്കെ ഇട്ട് അടിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ വെറുതെ തന്നെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതാ ക്യാരറ്റും പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ എനിക്ക് നല്ല സിമ്പിളായിട്ട് തോന്നിയിട്ടാണ്. വേറെ വലിയ സ്റ്റീമറും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളൂ കേട്ടോ. എഗ്ഗ് ആയാലും ഏത് വെച്ചാലും ആ ഒരു വെള്ളത്തിൻ്റെ ലെവൽ അതിനനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതാണ് വലിയൊരു കാര്യം. നമ്മൾ പെട്ടെന്ന് മറന്നു പോലെ ഈ സാധനങ്ങളൊക്കെ സ്റ്റൗവിൽ വെച്ച് പോകുമ്പോൾ. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ വേറെ ഒന്ന് ട്രൈ ചെയ്തത് എന്താണെന്നറിയോ, അതും കൂടി നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇഡ്ഡലി ബാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അന്നത്തെ ദിവസം ദോശയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് ദോശ കഴിക്കുന്നതിനെക്കാട്ടിയും ക്യാൻക്കും കേശൊക്കെ ഇഡ്ഡലി കഴിക്കാൻ ഇഷ്ടമാണ്. ഇഡ്ഡലി പാലൊക്കെ കൂട്ടിയിട്ട് അവർ കഴിക്കും. അപ്പോൾ ഞാനിതാ ഇതിൽ ഇഡ്ഡലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഡ്ഡലിയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാനിത് ഒട്ടിപ്പിടിക്കുമെന്നൊക്കെ വിചാരിച്ച്, പക്ഷേ അതൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് ഒന്നിങ്ങനെ കൊട്ടി കൊടുത്തിട്ടുള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇതാ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മുട്ട ബജിക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതാ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കട്ടെ ഫസ്റ്റ് തന്നെ. ഞാനിപ്പോൾ ഇവിടെ 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 സവാള ശരിക്കും ആവശ്യമില്ല, കുറച്ച് കൂടുതലായിരുന്നു മസാല. ഇപ്പോൾ നിങ്ങൾ 8 മുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ 2 സവാള തന്നെ മതിയാവും. ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളുടെ റമദാൻ പ്രിപ്പറേഷൻസൊക്കെ? ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കലെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ചെയ്ത് വെക്കലുണ്ട്. ഇപ്രാവശ്യം അതുമില്ല കേട്ടോ. കുട്ടികളൊക്കെ ഏറ്റായിട്ട് അതൊന്നും നടക്കണില്ല. പിന്നെ ഓരോ ദിവസത്തേക്ക് വേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതിലേക്ക് ഇതാ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെയാണ്. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ചെറിയ പീസേ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് നമ്മൾ പീസാക്കിയിട്ടൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എരിവാവൂലേ. അപ്പോൾ ഞാൻ ആ ഒറ്റ ഒന്ന് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ഓ 3ഓ ഒക്കെ ഇടാം കേട്ടോ, ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. സവാളയും വെളുത്തുള്ളിയും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മൾ മുട്ട പുഴുങ്ങിയതും ഇവിടെ റെഡിയായി. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കണം. മുട്ട തൊലി കളയുമ്പോൾ ഇതാ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൈഫുണ്ട് കേട്ടോ. കൈഫിന് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്, എൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് ഓരോന്നൊക്കെ ചെയ്യാൻ. ഇനി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആയിട്ടൊക്കെ ഇടാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ.
എല്ലാതും കട്ട് ചെയ്തതിന് ശേഷം എഗ് യോക്ക് സെപ്പറേറ്റ് ആക്കണം. ഞാനിതാ വേറൊരു ബൗളിലേക്ക് എല്ലാതും മഞ്ഞ എല്ലാതും അതിലേക്ക് മാറ്റുകയാണ്. എല്ലാതും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇനി ഇതാ നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഇതാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുക. എല്ലാതും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെ മഞ്ഞ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. മസാലയൊക്കെ ഇതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ മുട്ടൻ്റെ വെള്ളയിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം അതായത് കുറച്ച് അധികം തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കുകയാണ്. ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മൈദ, പിന്നെ കുറച്ച് ഉപ്പ്, ചിക്കൻ മസാല, പിന്നെ വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഭയങ്കര തിക്കായിട്ടും വേണ്ട, ഭയങ്കര ലൂസായിട്ടും വേണ്ട. ഓക്കെ, അങ്ങനെ റെഡിയാക്കി എടുക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഏകദേശം വെച്ച് എടുക്കാറാണ് കേട്ടോ. മൈദ ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. പിന്നെ അങ്ങനെ കറക്റ്റ് ഒരു അളവുണ്ടാവില്ല, ഏകദേശം വെച്ച് അങ്ങനെ ഒക്കെ ഇടാറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര മുട്ട ഉണ്ടോ അതിനനുസരിച്ചിട്ട് മൈദ എടുത്താൽ മതിയാവും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാനിലേക്ക് ഇതാ അത്യാവശ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓരോ മുട്ടയും നമ്മൾ മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ട് നേരെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആദ്യമൊക്കെ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. അതായത് പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ചിട്ട്. പണ്ട് ഉമ്മ ഉണ്ടാക്കുമ്പോഴൊക്കെ അതായത് മുട്ടൻ്റെ മഞ്ഞ അങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് അത് ഉണ്ടാക്കാൻ. കഴിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കാൻ കുറച്ച് പേടിയുള്ള സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി ഐറ്റമാണ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ പറയും.
ഇനി ഇതാ ഞാനും റിയയും കൂടിയിട്ട് ഒന്ന് തിരൂർ വരെ പോവാണ് കേട്ടോ. തിരൂർ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. ഇന്ന് നെസ്റ്റോൻ്റെ ഒരു ഷൂട്ടുണ്ട് എനിക്ക്. അപ്പോൾ റിയനായിട്ടാണ് ഞാൻ പോണത്. പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും ഉണ്ട്, ഒരു റമദാൻ പർച്ചേസും ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. പോയ ഉടനെ തന്നെ നമ്മളിതാ പ്രൊമോഷൻ ഷൂട്ടൊക്കെ ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് എൻ്റെ എളാമ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉമ്മാൻ്റെ അനിയെത്തി. അവരിവിടെ തിരൂർ തന്നെയാണ്. പിന്നെ ഇതാ നമ്മൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങിലൊക്കെയാണ്. നമുക്ക് മെയിനായിട്ട് കുറച്ച് നട്ട്സും പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങാനുണ്ടായിരുന്നത്. ഫ്രൂട്ട്സൊക്കെ ഇതാ കുറേ അധികം തന്നെ ഉണ്ട്. റമദാനായിട്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഷോപ്പിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നെസ്റ്റോ ഫാഷനിലും കയറി നോക്കി. ഇങ്ങനെ നടന്ന് നമ്മൾ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 12-12:30 ആയിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വീട്ടിൽ നിർത്തി അവരൊക്കെ ഒന്ന് റെഡിയാക്കി ഫുഡ് കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ലേറ്റായി. പിന്നെ ഇതാ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ച്. ഇവിടെ ഇറച്ചിച്ചോറും പിന്നെ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറച്ചിച്ചോറ് വാങ്ങി. ഇത് ഫിഷ് ഫിംഗേഴ്സാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അത് പിന്നെ ചിക്കൻ ലോലിപോപ്പ് അങ്ങനെ പല പല ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. റാസൻസിൻ്റെ ഐറ്റംസൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് വഴിയും പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ കളക്ഷൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ റമദാൻ വീഡിയോസ്, റമദാൻ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.